യോഹന്നാൻ പറഞ്ഞിരിക്കുന്ന, യോഹന്നാന് വെളിപ്പെട്ട 7 സഭകളെ കുറിച്ചുള്ള ദൂത്. ആമേൻ. അത് ഭൂമിയിലെയാണ്. 1-ാം അധ്യായത്തിൽ യോഹന്നാൻ ആത്മവിവശത, 2-ാം അധ്യായത്തിൽ സഭകളെ കുറിച്ചുള്ള ദൂതുകൾ ആരംഭിക്കുന്നു, 3-ാം അധ്യായത്തിൽ സഭകളെ കുറിച്ചുള്ള ദൂതുകൾ വിവരിക്കുന്നു, 4-ാം അധ്യായത്തിൽ സ്വർഗം തുറക്കുന്നു, യോഹന്നാൻ സ്വർഗീയ കാഴ്ചകൾ കാണുന്നു, അന്ത്യകാല സംഭവങ്ങൾ കാണുന്നു. 7 സഭകളെ കുറിച്ച് യോഹന്നാൻ പറയുമ്പോൾ എഫെസോസ് തുടങ്ങി താഴോട്ട് പെർഗമോസും തുയഥൈരയും സ്മുർനയും ഫിലദൽഫിയും എല്ലാം ഇങ്ങനെ താഴോട്ട് പറഞ്ഞു വരുമ്പോൾ ലാവോദിക്യ എന്ന് പറയുന്ന 3-ാം അധ്യായത്തിന്റെ 14, 15, 16, 17 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ സഭയുടെ 7-ാം ഘട്ടം എന്ന് ദൈവശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു. അത് ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുന്ന സഭയുടെ ഒരു കാഴ്ചയാണെന്ന് നമ്മളെ പഠിപ്പിക്കുക. അതിനകത്ത് തന്നെ ഏറ്റവും ഭയങ്കരമായി ചിന്തിപ്പിച്ചത് ലാവോദിക്യ സഭയുടെ നഗ്നതയാണ്. നേക്കഡ്നെസ് എന്ന് പറയുമ്പോൾ ബിബ്ലിക്കലായിട്ട് വേദപുസ്തക പ്രകാരം നമ്മൾ പഠിക്കുമ്പോൾ അത് വിഘടനമാണ്, അത് ഭിന്നതയാണ്, അത് ഐക്യതയില്ലായ്മയാണ്. അത് ഇന്നത്തെ ലാവോദിക്യ സഭയിൽ അതുണ്ട്. പാസ്റ്റർക്ക് വിശ്വാസികളെ കണ്ടുകൂടാ, വിശ്വാസികൾക്ക് പാസ്റ്ററെ കണ്ടുകൂടാ, സെക്രട്ടറിക്ക് പ്രസിഡന്റിനെ കണ്ടുകൂടാ, പ്രസിഡന്റിന് സെക്രട്ടറിയെ കണ്ടുകൂടാ, ഇവർക്ക് 2 പേർക്കും ഖജാൻജിയെ കണ്ടുകൂടാ. ഇപ്പുറത്തെ സഭയ്ക്ക് അപ്പുറത്തെ സഭയെ കണ്ടുകൂടാ, അപ്പുറത്തെ സഭയ്ക്ക് ഇപ്പുറത്തെ സഭയെ കണ്ടുകൂടാ. ഇവിടെ കൺവെൻഷൻ നടത്തുമ്പോൾ അവർ വരുന്നില്ല, അവർ കൺവെൻഷൻ നടത്തുമ്പോൾ ഇവർ വരുന്നില്ല. ഈ അനൈക്യത, ഈ സ്പ്ലിറ്റിംഗ്, ഇത് ലാവോദിക്യ സഭയ്ക്കകത്തുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു ഭക്തനായ മനുഷ്യനുമായി, ഒരു നല്ല പ്രാർത്ഥനാ മനുഷ്യനുമായിട്ട് ഒരു ഫാസ്റ്റിംഗ് പ്രയറിൽ ഒരുമിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ അല്പസമയം ആത്മനിരതരായി ഇത് സംഭാഷണം ചെയ്യുവാനിടയായി. ഞാൻ ഉൾപ്പെടെ ഒരു 4-5 അഭിഷേക്തന്മാർ ഒരുമിച്ചിരിക്കുമ്പോൾ അപ്പോൾ ഒരു ചോദ്യം അതിനകത്ത് ഇങ്ങനെ ഉന്നയിക്കപ്പെട്ടു. ഇതൊന്നും ആർക്കും മനസ്സിലാകുന്നില്ലേ? ഈ അനൈക്യത ഒന്നും മനസ്സിലാകുന്നില്ലേ? ഒരാൾ പ്രസിഡന്റ് ആകാൻ വേറൊരാൾക്കെതിരായി മത്സരിക്കുന്നു, അയാൾ പ്രസിഡന്റ് ആകാൻ വേണ്ടി തനിക്കെതിരായി മത്സരിക്കുന്ന ആളുടെ വിരോധമായി പത്രങ്ങൾ ഇറക്കുന്നു, യൂട്യൂബിനകത്ത് ഫേസ്ബുക്കിനകത്ത് വളരെ മോശമായ അപമാന കഥകൾ ഉണ്ടാക്കി ഒരാളെ തോൽപ്പിക്കുന്നു. എല്ലാ ആത്മീയ മണ്ഡലത്തിന് ഉന്നമനമായ സ്ഥാനങ്ങൾക്കും മാനങ്ങൾക്കും വേണ്ടി ചെയ്യുന്നു. ജയിച്ചു വരുന്നവർ ആ സഭയുടെ ഉന്നതങ്ങളിലെത്തുന്നു. അവർ തിരുവത്താഴത്തിന്റെ അപ്പവും വീഞ്ഞെടുത്ത് ഉയർത്തിപ്പിടിക്കുന്നു. കഴിഞ്ഞ മാസം തന്റെ എതിരായി മത്സരിച്ച ദൈവദാസനെതിരായിട്ട് അപമാനത്തിന്റെ അപവാദത്തിന്റെ കഥകൾ ഉയർത്തിപ്പിടിച്ചവർ ജയിച്ചു കഴിഞ്ഞ് തിരുവത്താഴത്തിന്റെ പാത്രം ഉയർത്തിപ്പിടിക്കുന്നു. ഈ അനൈക്യത, ഈ വിഘടനം, ഈ ഭിന്നത, ലാവോദിക്യയുടെ വചനം പറയുന്ന വെളിപ്പാട് 3:17 പറയുന്ന ഈ നഗ്നത എന്തേ 2-3 ബൈബിൾ കോളേജിൽ പഠിച്ച് പല ഡിഗ്രികളും സർട്ടിഫിക്കറ്റുകളും വാങ്ങിയ, വാതോരാതെ സ്റ്റേജുകളിൽ 2-3 മണിക്കൂറുകൾ ആദരചർവണം ചെയ്യുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് എന്തേ ഇത് മനസ്സിലാക്കാത്തെ? അപ്പൊ ആ കൂടെ ഇരുന്ന ഭക്തനായ പ്രായമുള്ള ദേവദാസൻ പറഞ്ഞു, പാസ്റ്റർ കെ എബ്രഹാം, നിങ്ങൾ ആ വാക്യം നല്ലപോലെ വായിച്ചില്ലേ? അവൻ നഗ്നൻ മാത്രമല്ല, അവൻ കുരുടനും കൂടിയാണ്. അതുകൊണ്ടാണ് അവന് നഗ്നത കാണാൻ പറ്റാത്തത്. ആത്മീയ കണ്ണ് തുറന്നിട്ടില്ല. സ്വന്തം നഗ്നത തിരിച്ചറിയണമെങ്കിൽ ആത്മീയ കണ്ണ് തുറക്കണം. അവൻ കുരുടനാണ്, അരിഷ്ടനാണ്, ഒപ്പം നഗ്നനാണ്. നഗ്ന നേത്രങ്ങൾ കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ ഈ കണ്ണ്, ഞാൻ ഈ കൈ കൊണ്ട് തൊടുന്ന എന്റെ ഈ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നത് മാത്രം, അതിൽ വിശ്വസിക്കുന്ന മാത്രം ഒരു നല്ല ദൈവത്തിന്റെ പൈതലല്ല. അത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള ഒരു അഭിഷക്തനല്ല. കാണാത്തത് വിശ്വസിക്കുന്ന, ദൈവം തനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വിശ്വസിക്കുന്ന, ഈ ഭൂമിയിലെ
കുറ്റിയടിച്ച് താത്ത് തുകലുകൊണ്ടുണ്ടാക്കിയ കൂടാരത്തിനകത്തു പാർത്ത കാലത്ത് മോശയും അബ്രഹാമും നോഹയും ഹാനോക്കും യോശുവയും ദൈവത്തിന്റെ വിശുദ്ധന്മാർ കൂടാരത്തിനകത്തു പാർക്കുമ്പോൾ കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനം ആത്മാവിൽ ദർശിച്ചുകൊണ്ട് പാർത്ത ആ കാഴ്ചപ്പാടിലേക്ക് എന്ന് പുതിയ നിയമസഭ കയറി വരുമോ അന്ന് മാത്രമേ ഈ സംഘടനകൾക്ക് അവരുടെ നഗ്നത മനസ്സിലാകത്തുള്ളൂ. കുരുടനായിട്ടിരിക്കുന്നിടത്തോളം കാലം സ്വന്തം നഗ്നത തിരിച്ചറിയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ആദാമിന് താൻ നഗ്നനാണെന്ന് പറഞ്ഞ? എന്തുകൊണ്ടാണ്? ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ ആദാം പറഞ്ഞ നഗ്നനാണ്. അവന്റെ കണ്ണ് നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നതാ. അതുകൊണ്ട് അവന്റെ നഗ്നത അവന് തിരിച്ചറിയാൻ പറ്റി. അവൻ പറഞ്ഞു നഗ്നനാണ്. എന്താ ലാവോദിക്ക സഭ നഗ്നനാണെന്ന് പറയാത്ത? അവന്റെ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോയി. അവന്റെ കണ്ണ് കുരുടായി പോയി. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 39-40 വാക്യങ്ങൾ താഴോട്ട് വരുമ്പോൾ യേശു പറയുന്നു, നിങ്ങൾക്ക് കണ്ണുള്ളതാണ് പ്രശ്നം. നിങ്ങൾ കണ്ണുണ്ട്, അതാണ് നിങ്ങളുടെ പ്രശ്നം. പക്ഷെ നിങ്ങൾ കുരുടന്മാരാണ്. കുരുടന്മാരായ വഴികാട്ടുകൾ, കുരുടന്മാർക്ക് വഴി കാണിക്കുന്ന ലോകം. ലാവോദിക്കയുടെ ഒരു വല്ലാത്ത കാഴ്ചപ്പാടാ. വാരിക്കൂട്ടുന്നവർ, തികയാൻ വേണ്ടി ഓടുന്നവർ, 3 തലമുറയ്ക്കും 4 തലമുറയ്ക്കും കഴിക്കാനും കുടിക്കാനും കിടക്കാനും ഉള്ളത് വാരിക്കൂട്ടിയാലും പോരെന്ന് പറയുന്നവർ. എങ്ങോട്ടാണ് ഈ യാത്ര? തമ്പുരാന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ ആ പ്രത്യാശയൊന്നും കാണാനില്ലാത്ത കുറെ അന്ധന്മാരുടെ ഓട്ടങ്ങളം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. പാട്ടും ആരാധനയും പ്രസംഗവും മാത്രം പോരാ. പട്ടും കോട്ടും ടൈയും മാത്രം പോരാ. തമ്പുരാൻ ഒരുക്കുന്ന നിത്യതയെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട്. ഈ ഭൂമിയിലെല്ലാം നഷ്ടപ്പെടുമെന്നുള്ള ഉറപ്പ്, ഞാൻ ഇവിടുന്ന് പോകുമെന്നുള്ള ഉറപ്പ്. അതുകൊണ്ട് തന്നെ ഒന്നിനു വേണ്ടി ഞാൻ കോടതി കയറുന്നില്ല, എനിക്കൊരു കേസും വേണ്ട എന്ന് പറയാനുള്ള ഉറപ്പ്. പുതിയ നിയമസഭ, ഞാൻ ഈ പ്രസംഗം പറയുമ്പോൾ ലോകത്തിലുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിശുദ്ധന്മാർ, വിശുദ്ധമതികൾ ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല. അനൈക്യത ഉണ്ടാക്കുന്നവർ, ഭിന്നത ഉണ്ടാക്കുന്നവർ, വിഘടനം ഉണ്ടാക്കുന്നവർ, വെട്ടിപ്പൊളിക്കാൻ ശ്രമിക്കുന്നവർ, രണ്ടാക്കാൻ ശ്രമിക്കുന്നവർ, കസേരയ്ക്ക് വേണ്ടിയിട്ട് മൽപ്പിടുത്തം നടത്തുന്നവരെ മാത്രം ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നു. ബാക്കി ഇതിനകത്തുള്ളവരല്ല. കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന കോടിക്കണക്കിന് വിശുദ്ധന്മാരും വിശുദ്ധമതികളും ഉണ്ട് എന്ന് സമ്മതിച്ച് അടിവരയിട്ടുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കാം. കുരുടൻ തൻ്റെ കാഴ്ചപ്പാട് തിരിച്ചറിയട്ടെ. നഗ്നൻ തൻ്റെ നഗ്നത തിരിച്ചറിയട്ടെ. സഭ വിശുദ്ധിയിലേക്കും വിശ്വസ്തതയിലേക്കും മടങ്ങി വരട്ടെ. God bless you. God bless you.